എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക്കലി മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിസ്ഥിതിയെയും സമൂഹത്തിനെയും ഒന്നും ഹാനികരം ചെയ്യാത്ത ബിസിനസ്സുകളിലേക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത്. മദ്യം, പുകയില അല്ലെങ്കിൽ ആയുധങ്ങൾ വിൽക്കുന്ന കമ്പനികളിൽ ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് ഒന്നും തന്നെ ഇൻവെസ്റ്റും ചെയ്യില്ല. പകരം കൂടുതലായിട്ട് ടെക്നോളജി, ക്ലീൻ എനർജി, അതുപോലെ തന്നെ മറ്റ് മേഖലകളിലേക്കൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ടും എലോക്കേറ്റ് ചെയ്യുക. ഇസ്ലാമിക് രീതിയിലുള്ള എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത് ശരീഅത്ത് പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ട് റിബ അഥവാ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല. അമിതമായി കടങ്ങളുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഈ പറഞ്ഞ സാമൂഹികമായിട്ടും അല്ലെങ്കിൽ പരിസ്ഥിതിനെയും ഹാനികരം ചെയ്യുന്ന ആൽക്കഹോൾ, പുകയില മാതിരിയുള്ള കമ്പനികളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇതിനെല്ലാം സ്ക്രീനിങ് ചെയ്തിട്ടാണ് ഒരു എത്തിക്കൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള എത്തിക്കൽ ഫണ്ടാണ്. ഇതിന്റെ പുറമെ ടോറസ് എത്തിക്കൽ ഫണ്ട് ഉണ്ട്, ക്വാണ്ടം എത്തിക്കൽ ഫണ്ട് ഉണ്ട്. ഈ ഇടക്കാലത്ത് കാണാനിടയായിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെഹർ ഈ ഒരു എത്തിക്കൽ ഫണ്ട് കൊടുക്കുന്ന സാഹചര്യം പോലുണ്ടായി. ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ CAGR ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റേത് 18%. ഈ രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വളരെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും അതുപോലെ തന്നെ അതിലൂടെ ഒരു സ്ഥിര വരുമാനം, റെഗുലർ ഇൻകം കിട്ടാനുള്ള സോഴ്സസും ഉണ്ട്. SWP എന്നാണ് അതിന് പറയാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്ക്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട.